ഇന്നത്തെ എപ്പിസോഡിൽ ജാനകി തന്റെ സ്വന്തം ചേച്ചിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത സുഹൃത്തായിരുന്നു അനാമികയുടെ അമ്മ. ജാനകിയുടെ ചേച്ചി നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അനിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ചേച്ചി ഇപ്പൊ നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് ജാനകി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും മരുമകളെയും വീട്ടുകാരെയും കുറിച്ച് കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ജാനകി പിന്നീട് അനന്തപുരിയിലോട്ട് വരുന്നത്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ജാനകിയുടെ ചേച്ചി രമ ജാനകിയുടെ ഫോണിലോട്ട് വിളിക്കുന്നതാണ്. ആ ഫോൺ കോൾ കാണുന്നത് അജയനാണ് കേട്ടോ. അപ്പൊ തന്നെ അജയൻ പറയുന്നുണ്ട്, ജാനകി ദേ നിന്റെ ചേച്ചി വിളിക്കുന്നു. ഇവിടെ ചേച്ചിയാണോ? ഇതും പറഞ്ഞ് ജാനകി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ചേച്ചി. ആ ജാനകി, നീ ഇന്ന് ഫ്രീ ആണോ? അത് പിന്നെ എന്തിനാ ചേച്ചി? അതിനാദ്യം നീ ഫ്രീ ആണെന്ന് പറ. ഞാൻ കുറച്ച് തിരക്കുണ്ട് ചേച്ചി. ഓ നിനക്ക് തിരക്കാണല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ വന്നോളാം. ഏയ് നിനക്ക് തിരക്കുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതൊന്നും വിഷയമില്ല ചേച്ചി. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് അനന്തപുരിയിലോട്ട് വരണമെന്ന് കരുതിയതാ. പിന്നെ കുറച്ച് പർച്ചേസിങ്ങിനും. ആദ്യം നിന്നെയും കൂട്ടി പർച്ചേസിങ് കഴിഞ്ഞാൽ നേരെ അനന്തപുരിയിലോട്ട് വരാലോ എന്ന് കരുതി. നീ വരുന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ശരി ചേച്ചി, ഞാൻ അജയേട്ടനോട് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. ശരി. ഇതും പറഞ്ഞ് ജാനകി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ അജയൻ അവിടെ നിന്ന് പോവാൻ നിൽക്കാണ്. അപ്പോൾ ജാനകി വിളിക്കുന്നുണ്ട്, അജയേട്ടാ. ആ എന്താ? അജയേട്ടാ എന്നെ ഒന്ന് ആ ഷോപ്പിംഗ് മോളിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഷോപ്പിംഗ് മോളോ? നീ ഇനി എന്തിനാ ഷോപ്പിംഗ് മോളിൽ പോകുന്നത്? 1-2 ദിവസം മുന്നേ ഞാനും നീയും ഷോപ്പിംഗ് മോളിൽ പോയത്. അത് ശരിയാ, പക്ഷെ ഇത് എനിക്ക് വേണ്ടിയല്ല അജയേട്ടാ, എന്റെ ചേച്ചി വിളിച്ചിട്ടാ. ഓ രമ ഇവിടെ എത്തിയിട്ട് എന്താ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? അതായിരുന്നു പ്രത്യേകം ചേച്ചി പറഞ്ഞത്, പർച്ചേസിംഗ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരാന്ന്. ഇന്നൊരു ദിവസം വേണമെങ്കിൽ ചേച്ചി ഇവിടെ നിൽക്കും. ആഹാ, അപ്പൊ ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് രമയുണ്ടാകുമോ? മിക്കവാറും ഉണ്ടാകും. അങ്ങനെ രമ വരുന്ന വിവരം നിനക്ക് അറിയാന്നുണ്ടെങ്കിൽ നീ നേരെ അത് മീനാക്ഷിയോട് പറയണം. മീനാക്ഷി സദ്യ ഒരുക്കി വെക്കില്ലേ? ശരിയാ ചേട്ടാ, പെട്ടെന്ന് റെഡിയാവ്, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. പിന്നെ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അനാമിക താഴോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നവ്യ ഹാളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ആര് കാണട്ടെന്ന് കരുതിയോ അവളെ തന്നെ ഞാൻ കണ്ടു. എനിക്ക് വിശക്കുമ്പോൾ മാത്രം എന്ത് ഇവക്കും വിശക്കുന്നത്? അയ്യോ ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് പോലും കാത്തു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. എന്റെ കണ്ണതുകൊണ്ട് പ്രത്യേകിച്ച് മനഃപൂർവ്വം അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകത്തുമില്ല. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് അനാമിക ടേബിളിൽ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ നവ്യക്കായിട്ട് ഓരോ ഭക്ഷണം ടേബിളിലൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അനാമിക പറയുന്നുണ്ട്, അപ്പച്ചി അമ്മയുണ്ടാക്കിയത് എനിക്കും കൂടി ഇവിടേക്ക് എടുത്തു വെക്കി. അല്ല അതിന് ജാനകി കിച്ചണിൽ കയറിയിട്ടില്ലല്ലോ. എന്താ അമ്മയിന്നൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എന്തോ എനിക്കറിയില്ല, ഇത്ര നേരമായിട്ടും ജാനകിയെ ഞാൻ കിച്ചണിലോട്ടൊന്നും കണ്ടിട്ടില്ല. ഷേ എനിക്ക് വിശന്നിട്ട് വയ്യ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, മോളെ മോൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കഴിച്ചോ, നല്ല പുട്ടും കടലക്കറിയുണ്ട്. പുട്ടും കടലക്കറിയും കണ്ടപ്പോ തന്നെ നാവില് വെള്ളം ഊറുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക്. ഓ എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇതുപോലത്തെ ചീപ്പ് ഫുഡുകളൊന്നും കഴിക്കാറില്ല. ആ സമയത്ത് ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ ചീപ്പാണെന്ന് ഒറ്റവാക്കിന് അങ്ങ് പറഞ്ഞാ മതി, ഇതുണ്ടാക്കേണ്ട മെനക്കേട് എനിക്കേ അറിയൂ. ഇവൾമാർക്കൊക്കെ ഉണ്ടാക്കി വായിലോട്ട് അങ്ങ് തിരികെ കൊടുത്താൽ മതിയല്ലോ, വേറെ എന്താ അറിയണ്ടേ? എന്നാലും അമ്മ എന്താ ഇങ്ങനെ ചെയ്തത്? ഷേ അപ്പച്ചി വല്യമ്മ എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന് ഏട്ടത്തി ഉണ്ടാക്കുന്നത് അവരുടെ ഫാമിലിക്കാ. ജയേട്ടനും ആദർശനും നയനിക്കും പിന്നെ ഏട്ടത്തിക്കും. അവര് കഴിക്കുമ്പോഴേക്കും ആ ഭക്ഷണം തീർന്നു കാണും. എനിക്ക് അഭിക്കും വിവക്കും വേണ്ടി ഞാനാ ഉണ്ടാക്കാറ്. എനിക്ക് വിശന്നേറ്റ് വയ്യ. ഈ സമയത്ത് നവ്യ ഇതൊക്കെ കണ്ട് രസിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, അതെ നിന്റെ ഈ അഹങ്കാരമൊക്കെ വിട്ടിട്ട് മുന്നിലിരിക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. അതിനെ നിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ നീ ഈ പുട്ടും കടയിലും കഴിക്കണ്ട. ഇത് കേട്ടപ്പോ ജലജ പറയുന്നുണ്ട്, അതങ്ങ് കൊടുക്കുന്നവി അവക്കും വിശക്കുന്നില്ലേ? വിശപ്പുള്ളവരെ ഇങ്ങനെയൊന്നല്ല സംസാരിക്കുക. അവളിപ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവക്ക് വേണമെങ്കിലേ ഇനി അവൾ ഉണ്ടാക്കി കഴിച്ചോളൂ. ആ സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ എന്താ കഴിക്കാൻ? ഓ നിന്റെ ഭാര്യയ്ക്ക് ഗർഭിണി ആയതുകൊണ്ടേ എന്നും പുട്ടും കടലയും ഇഷ്ടം, അതുകൊണ്ട് പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ശേ എന്താ അമ്മ ഇത്, ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലേ? നോൺ വെജ് ഉണ്ടടാ, ഫ്രിഡ്ജിൽ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കറി വെച്ചാ മതി. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലേ അതൊക്കെ ചെയ്യായിരുന്നു, എന്നെ കൂടെ ഒറ്റയ്ക്ക് എല്ലാം കൂടി പറ്റില്ല. ഉള്ളത് എന്താന്ന് വെച്ചാൽ കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഇവിടെ ചിലർക്കൊക്കെ വെച്ച് വിളമ്പി എന്റെ നടുവൊടിഞ്ഞു. നിങ്ങളെ നടുവൊടിഞ്ഞെങ്കിലേ അതിന് കാരണക്കാരി നിങ്ങൾ തന്നെയാന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഇതൊക്കെ ഞാൻ വെച്ച് വിളമ്പിയതല്ലേ, ഇത് ഇവക്കും കൂടി കൊടുത്താൽ എന്താ നിനക്ക് കുഴപ്പം? അവള് പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്. നിങ്ങളുണ്ടാക്കിയ ഭക്ഷണത്തെയാണ് അവള് ചീപ്പ് ഫുഡെന്ന് പറഞ്ഞത്, അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശൗര്യം എടുത്താലേ എനിക്കിവിടെ പലതും വിളിച്ചു പറയേണ്ടി വരും. മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അബിയാണെങ്കിൽ പുട്ടും കടലക്കറിയും കുഴച്ച് തിന്നത് കണ്ടിട്ട് അനാമികയ്ക്ക് നാവിലിങ്ങനെ വെള്ളം ഓർന്നുണ്ട്. എന്തായാലും അനാമിക അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി മാറ്റി ഒരുങ്ങി വരുന്നത്. മോളെ അനാമിക എങ്ങനെയുണ്ട് ഈ സാരി? ഓ ഈ തള്ളക്കെന്റെ വയറ് കത്തിക്കുമ്പോ തന്നെ ചോദിക്കണം എങ്ങനെയുണ്ട് സാരിയെന്ന്. അമ്മേ സാരിയൊക്കെ കൊള്ളാം, ഇന്നെന്താ ഫുഡ് ഉണ്ടാക്കാഞ്ഞേ? ഓ അത് പറഞ്ഞപ്പോഴാ
എന്റെ ചേച്ചി നാട്ടിലെത്തിയിട്ടുണ്ട് രമ. ഏതു നിമിഷം മോളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്നാ രമ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും വരട്ടെ, പക്ഷെ എനിക്ക് വിശക്കുന്നു. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാ ജലജ ഇത്. ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് നിനക്ക് മോൾക്ക് കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണല്ലോ ജാനകി. പക്ഷെ ഇതേ ഇവിടെ മനഃപൂർവ്വം ചിലർ അതിന് സമ്മതിക്കുന്നില്ല. പിന്നെ ഇന്ന് പുട്ടുംകടലയെ ഉണ്ടാക്കിയത് അനാമിക മോൾക്ക് അത് വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ അജയൻ പറയുന്നുണ്ട്, മോളെ അനാമികെ, ഇവിടെ എന്താണ് ഉണ്ടാക്കിയത് അത് കഴിച്ചു പഠിക്കണം. ഇനിയിപ്പോ മോൾക്ക് ഇന്നത്തെ ഭക്ഷണം പറ്റിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കി. എന്തായാലും നാളെ ഇതുപോലെ ആവില്ല മോളെ. എങ്കിൽ പിന്നെ അജയേട്ടാ നമുക്ക് ഇറങ്ങാം. അനാമികയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ജാനകി. ഇത് കണ്ടിട്ട് അനാമികയ്ക്ക് പെരുവിരലിൽ നിന്ന് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട്. ആ സമയത്ത് നവ്യ കളിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇവിടെ ചെറിയ മൈകെ ചേച്ചിയെ കിട്ടിയപ്പോ മരുമകളെ വേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അതൊക്കെ കണ്ട് കാണിക്കുന്നത് ജാനകിയെ ഷോപ്പിംഗ് മാളിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ശരി അജയേട്ടാ. ഇതും പറഞ്ഞ് ജാനകി ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ചേച്ചിയെ കാണുന്നുണ്ട് കേട്ടോ. ജാനകി, ചേച്ചിക്ക് എന്തൊരു മാറ്റം. എടി നീ അങ്ങ് തടിച്ചിലോട് ജാനകി. ഓ, എനിക്ക് പ്രത്യേകിച്ച് മാറ്റില്ല. പക്ഷെ ചേച്ചി നല്ല ഭംഗി വെച്ചു കേട്ടോ. ഓ, ഒന്ന് പോടി. അല്ല, നീ അമ്മയെ കാണാൻ ചെന്നിട്ട് കുറച്ചു നാളായെന്നാണല്ലോ അമ്മ പരാതി പറഞ്ഞു. അത് പിന്നെ കുറച്ച് തിരക്കായിരുന്നു ചേച്ചി. ഓ, നീ ഫ്രീ അല്ലെന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ വീട്ടില് ഒരുപാട് സെർവൻസ് ഉണ്ട്. അത് മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ ഏത് സമയത്തും ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ നിനക്കെന്താ സമയത്തൊന്ന് അമ്മയെ വന്ന് കണ്ട? അത് ചേച്ചി, ദേ നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് നീ എന്തോ കള്ളം കെട്ടിപ്പൊക്കി കൊണ്ടുവരാൻ പോവാന്ന്. ഉള്ളത് പറഞ്ഞാ മതി. അമ്മ പറയുന്നത് അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നീ അമ്മയെ തിരിഞ്ഞു നോക്കാതായതെന്നാ. എന്ന് വെച്ചാ നിന്റെ മരുമകൾ എങ്ങനെ, കുഴപ്പക്കാരിയാണോ? അയ്യോ, എന്റെ മരുമകളോ? അതൊരു പാവം കൊച്ചാ ചേച്ചി. അവിടെ വേറെ 2 കയറി വന്നിട്ടുണ്ടല്ലോ, ഏട്ടത്തിയുടെയും ജലജയുടെയും. അവരാ വിഷവിത്തുകള്. എന്ത്? നയനമോളെ കുറിച്ചാണ് നീ പറയുന്നത്? നയനെ അവളുടെ ചേച്ചി നവ്യയും കുറിച്ച് തന്നെ. അല്ല, നയനമോളെ കുറിച്ച് നിനക്ക് 100 നാക്കായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? ഓ, അതൊന്നും പറയണ്ട ചേച്ചി. ചിലരെ തിരിച്ചറിയാനേ സമയം വൈകും. അത്രയ്ക്ക് മോശമായ രീതിയിലാ അവര് മറ്റുള്ളവരെ പറ്റിക്കുക. എന്തൊക്കെയാ ജാനകി നീ പറയുന്നത്? നീ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയം എനിക്ക് നയനമോളായിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടിയെ അതിലൂടെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ. എന്നാലേ ചേച്ചി അതങ്ങ് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാളാ. അവളും അവളുടെ വീട്ടുകാരും വിഷവിത്താ. അവൾമാർക്ക് ഒരു അനിയത്തിയും കൂടി ഉണ്ട്. എന്റെ അനാമിക മോൾക്ക് പകരെ അവളെയായിരുന്നു കയറ്റിവിടാൻ ശ്രമിച്ചത്. അതേപ്പറ്റി നീ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതേ ചേച്ചി, അന്ന് മുതലാ ഞാൻ അവൾമാരെ വെറുത്തു തുടങ്ങിയത്. ആ നയന ആളുകളെ മയക്കാൻ മിടിക്കുക. എന്നാലേ ഞാനത് തിരിച്ചറിയാൻ വൈകിപ്പോയി. കഥകളൊക്കെ കേൾക്കാം. ആദ്യേ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇതും പറഞ്ഞ് രമയും ജാനകിയും കോഫി ഷോപ്പിൽ ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഒരു വെയിറ്റർ വരുന്നുണ്ട്. അപ്പൊ രമ പറയുന്നുണ്ട്, നിനക്ക് കോഫി വേണോ അതോ ടീ വേണോ? എനിക്ക് കോഫി മതി. എങ്കിൽ പിന്നെ 2 കോഫി എടുത്തോളൂ. മാഡം, സ്നാക്സ് എന്തെങ്കിലും? എനിക്കൊരു സാൻഡ്വിച്ച്. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്ക് അതുപോലുള്ള ഐറ്റംസ് ഒന്നും വേണ്ട ചേച്ചി. പിന്നെ എന്തെങ്കിലും പറ. അയ്യോ വേണ്ട, എനിക്ക് കോഫി മതി. അങ്ങനെ ആ വെയിറ്റർ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ രമ ചോദിക്കുന്നുണ്ട്, ഓക്കെ, ഇനി നിന്റെ പ്രശ്നങ്ങൾ പറ. നീ എന്തുകൊണ്ടാ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലാത്തത്? അത് ചേച്ചി, സത്യം മാത്രമേ പറയാവൂ. വേറൊന്നും അല്ല, എന്റെ മരുമകൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. ആ കുട്ടിക്ക് 3 നേരത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഞാൻ അവിടെ നിന്ന് മാറി നിന്നാ അതൊന്നും പറ്റില്ല. വീട്ടിലോട്ട് പോരാണെങ്കിൽ ഒരു ദിവസം അങ്ങനെ പോവും. ഓഹോ, അപ്പൊ അവളെ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ? അങ്ങനെയൊന്നും അല്ല, മോൾക്ക് കുക്കിംഗ് അറിയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാന്ന്. ഓ, അപ്പൊ നീയാണ് ഇത് വയ്യാവേലി തലയിലെടുത്ത് വെച്ചത് അല്ലേ? അനാമിക മോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ട് ഇതിനെ പറ്റി വയ്യാവേലിയെന്നൊന്നും പറയില്ല ചേച്ചി. ശരി. എന്തായാലും നിന്റെ ഈ പോക്ക് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എവിടേക്കോ ആരോഗ്യം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പോലെ. അങ്ങനെയൊക്കെ ചേച്ചിക്ക് തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലായിക്കോളും എല്ലാവരുടെയും സ്വഭാവം. അമ്മയ്ക്ക് നീ വിളിക്കലും കൂടി ഇല്ലെന്നാ പറഞ്ഞത്. അതിനെങ്ങനാ ചേച്ചി? എപ്പോൾ അമ്മയ്ക്ക് വിളിച്ചാലും ആ നയനയെ നന്നാക്കി തന്നെ അമ്മ പറയൂ. അത് പിന്നെ അങ്ങനെയല്ലേ? ആ കുട്ടി ഒരുപാട് സഹായം നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ? അതൊന്നും മറക്കാൻ പറ്റുന്നതല്ലല്ലോ. ഓ, അതൊക്കെ മറന്നേ പറ്റൂ. അതൊക്കെ അവളുടെ കള്ളനാടകമായിരുന്നു ചേച്ചി. പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞാൽ അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതിന് മാത്രമുള്ള സമയമൊന്നുമില്ല. ഓൺലി 1 വീക്ക്. അതിനിടയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അനന്തപുരിയിലോട്ട് തന്നെ. അവിടെ എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടായതുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ അച്ഛനും അമ്മയും അജയേട്ടനും ജയേട്ടനും ഒക്കെ ഒന്ന് കാണണം. പിന്നെ നമ്മുടെ കുട്ടിക്കുരുന്നുകളില്ലേ, കുറേ കാലം മുമ്പ് കണ്ടതാ. ആദർശും അനിയും അബിയും, അവരെ ഒന്ന് കാണാം. പിന്നെ നിങ്ങളുടെയൊക്കെ മരുമക്കളെയും. ഇതാ ചേച്ചി, എന്റെ മരുമകൾ വീട്ടുകാരാ. ഇതും പറഞ്ഞ് ജാനകി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ആകെ ഷോക്കായി നിൽക്കുകയാണ് രമ. ചേച്ചി എന്തു പറ്റി? ഇതാരാ? ഇത് അനാമികമോളുടെ അമ്മയാ. ഇത് രേവതിയല്ലേ? അതെ, രേവതി. ചേച്ചിക്കറിയോ? എനിക്കറിയുന്നു, ഇവളെന്റെ കൂട്ടുകാരിയായിരുന്നു. ആഹാ ചേച്ചി, അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള ഒരു സാധ്യതയായല്ലോ.
അനാമിക മോളെ വലിയ കുടുംബക്കാരാ, നല്ല പണമുള്ള തറവാടികളാ. അന്തസ്സോട് കൂടി 70 സ്വർണമായിട്ടാ അനന്തപുരിയിലോട്ട് കയറി വന്നത്. നീ എന്നു മുതലാ സ്വർണത്തിനൊക്കെ കണക്ക് വെച്ചു തുടങ്ങിയത്? അത് ചേച്ചി, ദേ വന്ന വഴി നീ മറക്കരുത് കേട്ടല്ലോ. പിന്നെ ഈ രേവതി എന്നു മുതലാ പണക്കാരിയായത്? അതെന്താ ചേച്ചി, ചേച്ചിക്ക് ആള് മാറിപ്പോയോ? എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. ഈ രേവതി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞോളാ. എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത്? ദേ ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയത് അനാവശ്യം പറയാനാണോ? ജാനകി, ഞാൻ നിന്നെ പറ്റിക്കോ? ഞാൻ സത്യസന്ധമായിട്ടാ പറയുന്നത്. നീ എന്റെ അനിയത്തിയല്ലേ? രമേ, ആവശ്യമില്ലാത്തത് പറയരുത്. അതൊരു പാവ കുട്ടിയാ. കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവളുടെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുടെ ഭർത്താവിന്റെ പേര് വേണുവെന്നാ. അതെ, വേണുവെന്നാ പേര്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് നിനക്ക് വേണോ? ഇവളെ ബിസിനസ്സിനെന്നും പറഞ്ഞ് എന്റെ കൂടെ കൂടി എന്നെ നല്ല രീതിക്ക് പറ്റിച്ചവളാ. എന്റെ 1-2 ലക്ഷമല്ല, 10-20 ലക്ഷമാണ് ഇവളുടെ കയ്യില്. എന്നെ കാണാതെ മുങ്ങി നടക്കും ഇവള്. എന്നാലും ഞാൻ ആ കല്യാണ ഫോട്ടോയിൽ പോലും ഇവളെ ശ്രദ്ധിച്ചില്ല. ചേച്ചി പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ മതിയാവൂ ജാനകി. എങ്ങനെ വിശ്വസിക്കുക? അനാമിക മോൾ ഒരു പാവാ. അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. എന്നാലും ആ ദുഷ്ടതയുടെ കുറച്ചെങ്കിലും സ്വഭാവം ആ മോൾക്ക് കാണാതിരിക്കില്ല. എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയേണ്ടത് പറഞ്ഞു. ബാക്കിയൊക്കെ നിന്റെ അടുത്താ. അവളുടെ ഭർത്താവും കൂടി നിങ്ങളെ നല്ല രീതിക്ക് പറ്റിച്ചെന്നാ തോന്നുന്നത്. ഈ 70 സ്വർണമൊക്കെ സ്വർണം തന്നെയാണെന്ന് നീ നോക്കിയിരുന്നോ? അയ്യേ, ഞാനിങ്ങനെ നോക്കാനാ? ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം. അവർക്ക് ഉറപ്പുണ്ട് നല്ല പുളിങ്കൊമ്പ് നോക്കി തന്നെയാ ആ രേവതിയും ഭർത്താവും പിടിച്ചിരിക്കുന്നത്. അതെന്റെ അനിയത്തിയുടെ തലയിൽ തന്നെ വന്ന് വീണല്ലോ ഈശ്വര. ചേച്ചി, ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട. എന്തായാലും നമുക്ക് അനന്തപുരിയിലോട്ട് പോവാം. ഇനി പർച്ചേസിംഗ് ഒന്നും വേണ്ട. എന്റെ മൂഡ് മൊത്തത്തിൽ പോയി. നീ എന്തായാലും വിഷമിക്കാതിരിക്കും. ഇന്ന് പർച്ചേസിംഗ് ഒന്നും വേണ്ട, നമുക്ക് പോവാം. ഇതും പറഞ്ഞ് രമ ജാനകിയും കൂട്ടി അനന്തപുരിയിലോട്ട് വരികയാണ്. ഇനി നല്ല ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.